കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സദൃശവാക്യങ്ങളുടെ പുസ്തകം 12-ാമത്തെ അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: നീതിമാൻ കൂട്ടുകാരന് വഴി കാട്ടുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ അവരെ തെറ്റി നടക്കുമാറാക്കുന്നു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ നീതിമാൻ കൂട്ടുകാരന് വഴി കാട്ടുന്നു എന്ന്. ഒരു നല്ലൊരു മനുഷ്യൻ തൻ്റെ കൂട്ടുകാരൻ തെറ്റി നടക്കുന്നത് കണ്ടാൽ അവനെ നീതിയിലേക്ക്, ദൈവത്തെങ്കിലേക്ക് അവൻ വഴി നടത്തുന്നു. പക്ഷേ ഒരു ദുഷ്ടനായ ഒരു മനുഷ്യൻ അവൻ ചെയ്യുന്ന ദുഷ്ടത്തനത്തിലേക്ക് തൻ്റെ കൂട്ടുകാരനെ നയിക്കുന്നു. ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നാം ഇന്ന് ആരോടാണ് കൂട്ടുവച്ചിരിക്കുന്നത്, ആരാണ് നമ്മുടെ കൂട്ടുകാരനെന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നന്മ പറഞ്ഞ് നീതിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരനാണോ നമുക്കുള്ളത്? ഇല്ലാത്തത് പറഞ്ഞ് അല്ലെങ്കിൽ ദുഷ്ടത്തനം ചെയ്യുവാൻ പ്രയത്നിപ്പിക്കുന്ന, കുടിയിലും അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുവാൻ, മോശമായ വഴികളിൽ നടക്കുവാൻ പറയുന്ന ഒരു കൂട്ടുകാരനാണ് നമുക്കുള്ളത് എന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്ത് നടക്കണം. അല്ലെങ്കിൽ ഒരു വഴികാട്ടിയായിരിക്കുന്ന ഒരു കൂട്ടുകാരൻ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്തിൽ നിന്ന് നിർബന്ധമായിട്ടും സ്വർഗരാജ്യത്തിൽ ചെന്നെത്തുവാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് വഴികാട്ടുന്ന ആൾ പ്രവൃത്തി ദോഷമുള്ള ആളാണെങ്കിൽ നാമും അവരോടുകൂടെ നരകത്തിലേക്ക് പോകും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നാം ശ്രദ്ധിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ഓരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരുന്ന ഓരോരുത്തരും അപ്പൻ്റെ കരങ്ങൾ തരുന്നു. കർത്താവെ, നിൻ്റെ വരവ് എത്രയും പെട്ടെന്ന് അടുത്തിരിക്കുമ്പോൾ കർത്താവെ, ഒരു വഴികാട്ടിയായിരിക്കുന്ന ഒരു നീതിമാനായി ഞങ്ങൾ ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലത് നന്മയ്ക്കായി നടത്തുവാൻ കഴിവുള്ള യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.